വിഷുനാളിൽ ഇലവന്തിട്ട രാമഞ്ചിറ ഗ്രാമം കണി കണ്ടുണർന്ന നന്മ. ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപ്പായസ പൊങ്കാലയ്ക്ക് ആരംഭം കുറിച്ചത് വൈദികൻ ജോർജ് പുത്തൻവിളയിൽ തിരിതെളിച്ചതോടെയാണ്. അന്ന് ക്ഷേത്ര പരിസരത്തെ നിലവിളക്കിൽ തെളിഞ്ഞത് നാട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നന്മയാണ്, എളിമയാണ്. ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് സെന്റ് പോൾസ് മലങ്കര കത്തോലിക്ക ദേവാലയം. ശ്രീനാരായണ ഗുരുമന്ദിരവും ഇവിടെയുണ്ട്. ചുരുക്കത്തിൽ വിവിധ വിശ്വാസങ്ങൾ കൂടിച്ചേരുന്ന ഇടം. ഗുരുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ മറ്റൊരു മാതൃകാസ്ഥാനം. എല്ലാവരും ഒത്തുചേർന്ന ഒരതിർവരമ്പുകളും ഇല്ലാതെ ഒന്നിച്ചു പോകുന്ന രംഗമാണ് ഞാനിവിടെ കാണുന്നത്. ഞാനെപ്പോഴും പറയും, രാമഞ്ചിറ എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്ര നഗരമാണ്. നമ്മുടെ തഞ്ചാവൂർ എന്ന് പറയുമ്പം ക്ഷേത്രങ്ങളുടെ എന്ന് പറഞ്ഞ പോലെ ദേവാലയം, ക്ഷേത്രം ഇവിടെ, ഗുരുമന്ദിരത്തിൻ്റെ സാന്നിധ്യം അവിടെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടായിട്ട് കാണുകയാണ്. ഇത് ഏറ്റവും വലിയ സന്തോഷമാണ്. പൊങ്കാലയുടെ സംഘാടനത്തിന്റെ തുടക്കത്തിലെ ഉദ്ഘാടകനെ തീരുമാനിച്ചിരുന്നു. അതിന് സംഘാടക സമിതിക്ക് ഒരേ നാവുമായിരുന്നു. മെയ് 4 തൊട്ട് 11 വരെ ഉത്സവം സത്താകൂട. അപ്പോൾ അദ്ദേഹം എല്ലാത്തിനും ഞങ്ങളോട് പങ്കെടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തോളാമെന്നും നമുക്ക് ഫുൾ സപ്പോർട്ടാകും. പിന്നെ ഇവിടെ ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു നാടാണ്. കത്തോലിക്ക പള്ളി നവീകരിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. ദിവസങ്ങൾക്കുള്ളിൽ അത് പൂർത്തിയാകും. മെയ് ആദ്യവാരം കൂദാശ നടത്താനാണ് ആലോചിച്ചിരുന്നത്. എന്നാൽ ക്ഷേത്രോത്സവം മെയ് 4 ആരംഭിക്കുകയാണ്. അത് 11 വരെ നീളും. അതിനാൽ തന്നെ കൂദാശയ്ക്ക് ഇതൊഴിച്ചുള്ള തീയതിയാണ് പള്ളി കമ്മിറ്റിക്കാർ മനസ്സിൽ കാണുന്നത്. ഓരോരുത്തരുടെയും വിശ്വാസത്തെ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ സ്നേഹ സൗഹൃദ ഭാവങ്ങൾ വിളമ്പി ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ പക്ഷത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതാണ് രാമൻചിറയുടെ അപൂർവത. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാലാണ് നമ്മുടെ കൂടെയുള്ളത്. അഭിലാൽ, ആ നാടൊന്നാകെ മാതൃകയാണ് എന്ന് പറയേണ്ടി വരുമല്ലേ? ആരാധനാലയങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആ നാടിന്റെ കൂടിയാണ്. അപ്പോൾ ആ നാടൊന്നാകെ ഒറ്റ മനസ്സായി നിന്നതുകൊണ്ടാണല്ലേ ഇങ്ങനെ നല്ലൊരു പ്രവൃത്തി അവിടെ നടന്നത്? പൊതുസമൂഹത്തിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും വിശ്വാസത്തിൻ്റെയും അതോടൊപ്പം തന്നെ ആചാരങ്ങളുടെയും പേരിൽ സ്വയം ഉള്ളിലേക്ക് ഒതുങ്ങുന്നു എന്ന വിമർശനം നിലനിൽക്കെ തന്നെയാണ് നല്ല ഒരു മാതൃകയായി രാമൻചിറ നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്നത്. വിശ്വാസങ്ങൾക്കും അതോടൊപ്പം തന്നെ ആചാരങ്ങൾക്കും അപ്പുറം വലിയൊരു കൂട്ടായ്മ, സൗഹൃദമൊക്കെ തന്നെ നിലനിൽക്കുന്ന നല്ല ഗ്രാമാന്തരീക്ഷം അവിടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായല്ല ഈ ക്ഷേത്രത്തിലെ ഈ പൊങ്കാലയ്ക്ക് വിശിഷ്ട അതിഥിയായി വൈദികൻ എത്തുന്നത്. പോയ വർഷവും വിഷുനാളിലെ പാൽപ്പായസ പൊങ്കാലയ്ക്ക് വൈദികൻ തന്നെയായിരുന്നു തിരികെ കൊളുത്തി ആ ക്ഷേത്രത്തിലെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഭാഗമായ പ്രധാനപ്പെട്ട ആൾ. മറ്റൊന്ന്, തൊട്ടടുത്ത് തന്നെയുള്ള കത്തോലിക്ക ദേവാലയത്തിൻ്റെ കൂദാശ വരാൻ പോവുകയാണ്. ഇടവക വിശ്വാസികൾക്കൊപ്പം തന്നെ സഭയുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ എത്താറുണ്ട്, തിരുമേനിമാർ വരുന്നുണ്ട്. ഈ വേളയിൽ ഇടവക അംഗങ്ങൾക്കൊപ്പം അവരെ സ്വീകരിക്കാനും ഇതര വിശ്വാസി സമൂഹത്തിൽപ്പെട്ട നിരവധി ആളുകൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് പള്ളിയുടെ പ്രതിനിധികൾ തന്നെ പറയുന്നത്. അങ്ങനെ സൗഹൃദത്തിൻ്റെ വലിയ ഒരു കൂട്ടായ്മ അത് ക്ഷേത്രോത്സവ നടത്തിപ്പിലായാലും പള്ളിയുടെ കൂദാശയിലും പെരുന്നാളിലുമൊക്കെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് തീർത്തും അപൂർവമായ ഒരു സൗഹൃദത്തിൻ്റെ കാഴ്ചയായി നമുക്ക് കാണാൻ സാധിക്കും.